ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ജീവജലത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 11-ാം തീയതി ചൊവ്വാഴ്ച. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജീവജലത്തിൻ്റെ പ്രേക്ഷകരായി നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് സ്വർഗീയ കൃപയാൽ പോറ്റി പുലർത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം വാക്യം. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയെന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. യെശയ്യാ പ്രവചനത്തിൽ യാക്കോബിനോട്, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ധാരാളം പ്രവചനങ്ങളും വാഗ്ദത്തങ്ങളും ഉറപ്പുകളും നൽകുന്നു. ഈ അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായ യാക്കോബ് എന്ന് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനതയോട് ദൈവത്തിനുള്ള പ്രത്യേക കരുതൽ എത്രത്തോളം ഉന്നതമാണ് എന്ന് വ്യക്തമാക്കുന്നു. നാം താഴോട്ട് വായിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. മാത്രമല്ല, നിനക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നവരെ പിന്നെ കാണാത്ത വിധത്തിൽ ഞാൻ തകർത്ത് കളയും, ഇല്ലായ്മ ചെയ്തു കളയും. അതുകൊണ്ട് നീ ഒരു വിധത്തിലും ഭാരപ്പെടേണ്ട. ഇവയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ വാഗ്ദത്ത വചനമായി നാം വായിച്ചു കേട്ട 13-ാം വാക്യത്തിൽ വളരെ അടുത്തു വന്ന് വലങ്കൈ പിടിച്ചു പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. വളരെ പേഴ്സണലായി, വളരെ ഇന്റിമസിയോടുകൂടി ഇടപെട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മളൊക്കെ ധാരാളം വചന ശുശ്രൂഷ ശ്രവിക്കുകയും കൂട്ടായ്മകളിലും ആരാധനകളിലും ഒക്കെ പങ്കുചേരുകയും ചെയ്യുന്നവരാ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മളോട് വ്യക്തിപരമായി ദൈവം ചില ആലോചനകൾ, ദൂതുകൾ അറിയിക്കും. നമ്മളിപ്പോൾ പറയാറുണ്ട്, ദൈവം തന്റെ ദൂതനെ അയച്ചതുപോലെ എന്നോട് വന്ന് വ്യക്തിപരമായി ഇടപെട്ടു എന്ന്. അതെ, അതുപോലെയാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ വേദനയേറിയ, കൈപ്പേറിയ, നോവേറിയ അനുഭവങ്ങളിൽ സ്വർഗത്തിലെ ദൈവം എന്റെ വലങ്കരം പിടിച്ചു പറയുകയാണ്, മകനെ, മകളെ, നീ ഭയപ്പെടണ്ട. നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളിൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഞാൻ ഏകയായി ഈ ഭാരം ചുമക്കണം, ഈ വേദന സഹിക്കണം, എങ്ങനെ ഞാൻ മുൻപോട്ട് പോകും, ചിന്തിക്കുമ്പോൾ എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല എന്ന് വേദനയോ വിഷമത്തോടെ ആരെങ്കിലും ഈ പ്രഭാതത്തിലായിരിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയുക, ഇന്നത്തെ വാഗ്ദത്ത വചനം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആവർത്തിച്ചു വായിക്കണം. അപ്പോൾ നമുക്ക് തന്നെ തിരിച്ചറിയുവാൻ പറ്റും, നമ്മുടെ ചെവിയിൽ വന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാ, മകളെ, മകനെ, സഹോദര, സഹോദരി, പിതാവേ, മാതാവേ, താങ്കൾ ഒറ്റയ്ക്കല്ല. എന്റെ വലങ്കൈ പിടിച്ച് തമ്പുരാൻ എന്നെ ഉറപ്പിച്ച് ബലപ്പെടുത്തി പറയുകയാണ്, നിന്റെ ഈ രോഗത്തിൽ ഞാൻ കൂടെയുണ്ട്. വൈദ്യന്മാർ പറഞ്ഞതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ
ലോകത്തിലെ ഏത് വലിയ പ്രശസ്തനായ വൈദ്യനെക്കാട്ടിലും ഒരു വലിയ വൈദ്യനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ കഷ്ടതയിലും വേദനയിലും സങ്കടത്തിലും എന്ത് പ്രതികൂലത്തിലും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു തന്ന സ്നേഹിതർ നിങ്ങൾക്കുണ്ട്, കൂട്ടുകാരുണ്ട്, സഹോദരങ്ങളുണ്ട്, രക്തബന്ധങ്ങളുണ്ട്, കൂട്ടായ്മ സഹകാരികളുണ്ട്. നിർഭാഗ്യവശാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവരൊക്കെ നമ്മെ വിട്ടുപോയി, ഇവരൊക്കെ നമ്മളെ അകന്നുപോയി. കാര്യകാരണങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ചുരുക്കത്തിൽ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുക, പ്രിയ സഹോദര, ആരൊക്കെ മാറിപ്പോയാലും നിന്റെ കഷ്ടകാലത്ത് പ്രാർത്ഥന കേൾക്കുന്ന, നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ട്. നീ അതുകൊണ്ട് ഭയപ്പെടണ്ട, നീ ധൈര്യത്തോടെ നിൽക്ക്. നിന്റെ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ ഞാൻ മതിയായവനാ. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കാര്യവും അനുസരിക്കുന്നില്ല. നമ്മളോട് പറയാതെ പല തീരുമാനങ്ങളും അവർ എടുക്കുന്നു. തന്മൂലം പല പരാജയങ്ങളും അവർ നേരിടേണ്ടതായിട്ട് വരുന്നു. പല പ്രതികൂലങ്ങളായി കഴിഞ്ഞ് നമ്മെ വിളിച്ചു പറയുകയാണ്, അപ്പേ അമ്മേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയാ. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾ, വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് വേണ്ട ജോലി ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ, തന്മൂലം അവർ നിരാശയിലാണ്, മാനസികമായി സമ്മർദ്ദങ്ങളിലാണ്, അവർ ആരോടും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, ഏകയായും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ വിവിധ വിഷയങ്ങളിൽ കടന്നു പോകുന്ന മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട്, പ്രിയപ്പെട്ടവരോട്, നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോട് ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുക. സ്വർഗത്തിലെ ദൈവമായ യഹോവ നമ്മുടെ വലം കരം പിടിച്ചു പറയുകയാണ്, മകനെ മകളെ ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഇന്ന് കടന്നു പോകുന്ന ചെറുതും വലുതുമായ സങ്കീർണമായ വളരെ നൂലാമാല പിടിച്ച നിന്റെ പ്രശ്നത്തിൽ ഞാനുണ്ടല്ലോ, പിന്നെ നീ എന്തിനു ഭാരപ്പെടുന്നു? ഈ ഒരു ഉറപ്പ് നമ്മുടെ ഹൃദയങ്ങളിലോട്ട് വരട്ടെ. നമ്മുടെ മനസ്സിനെ ഈ സ്വർഗീയ ധൈര്യത്താൽ ഒന്ന് നിറയ്ക്കെ. അപ്പോൾ ആശങ്ക മാറും, നിങ്ങളുടെ ഉറക്കത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾ മാറും. കയ്യിൽ സാമ്പത്തികമില്ല, എങ്ങനെ മുൻപോട്ട് പോകും? കുഞ്ഞിന് അഡ്മിഷനായി, എങ്ങനെ മുൻപോട്ട് പോകും? വിദേശത്ത് പോകാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു, എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കും? ഭവനത്തിന്റെ പണി നടുക്കടലിൽ എന്ന വേണം എത്തി നിൽക്കുകയാ, എങ്ങനെ പൂർത്തീകരിക്കും? മകൾക്ക് വിവാഹ ക്രമീകരണങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു, പക്ഷേ ചില സാമ്പത്തിക കുറവുകൾ. ദൈവം തക്ക സമയത്ത് ആളിനെ ഒരുക്കും. വിശ്വസിക്ക്, ഭയപ്പെടാതെ ദൈവത്തിൽ പരിപൂർണമായി ശരണപ്പെടുക. ചില നിയമത്തിന്റെ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു. അതെ, അത് ചില നാളുകളായി നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട്. നിങ്ങളുടേതായോ അല്ലാതായോ ചില കാരണങ്ങളാൽ നിങ്ങൾ ഭാരപ്പെടുകയാണ്. അതുമല്ല, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പോരാട്ടങ്ങൾ. കഴിഞ്ഞ നാളുകളിലെ പോലെ ആത്മാർത്ഥതയോടെ ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയിൽ തടസ്സം നേരിടുന്നു. കൃത്യമായി വചനം വായിച്ചു വന്ന നിങ്ങൾ ഇപ്പോൾ വചനവായനയിൽ പഴയ ശുഷ്കാന്തിയില്ല, ആരാധനയിൽ പഴയ താല്പര്യമില്ല. പ്രാർത്ഥിക്കുകയും കൂട്ടായ്മ കൂടുകയും ചെയ്യുമ്പോൾ പഴയ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് പറ്റിയത്? എവിടെയാണ് അപാകതകൾ നിങ്ങൾ നേരിടുവാൻ തുടങ്ങിയത്? എവിടെയാണ് വീഴ്ച ആരംഭിച്ചത്? ഇവ ദൈവസന്നിധിയിൽ നിന്ന് കണ്ടെത്തി ഏറ്റുപറഞ്ഞ് ഒരു മടങ്ങിവരവിന് തയ്യാറാവുക. അതെ, സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മകനെ മകളെ ഭയപ്പെടണ്ട. അതെ, യാക്കോബിനോടുള്ള ബന്ധത്തിലാ പറയുന്നതെങ്കിലും ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമുക്കവിടെ നമ്മുടെ ഓരോരുത്തരുടെയും പേര് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് വായിക്കാം. അങ്ങനെ നമ്മോട് സംസാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ വിട്ട് മൈലുകൾക്കപ്പുറം, കടലുകൾക്കപ്പുറമായിരിക്കുന്ന മകനോ മകളോ ആയിരിക്കാം.
ഒരുപക്ഷെ നിങ്ങളോടിപ്പോൾ ബന്ധപ്പെട്ടിട്ട് നന്നായിട്ടൊന്ന് സംസാരിച്ചിട്ട് ചില ആഴ്ചവട്ടങ്ങളായി കാണാം. അവരുടെ ഭാരമായിരിക്കാം. അവർ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാത്തത് കൊണ്ട് നിരാശയിലായിരിക്കാം. പക്ഷേ പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങൾ അവരോട് പറ, മോനെ, മോളെ, നിരാശപ്പെടണ്ട. നിന്റെ കരം പിടിച്ച് നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നീ ആഗ്രഹിക്കുന്ന നല്ല മേഖലയിൽ എത്തിക്കുവാൻ ഈ ദൈവം മതിയായവനാണ്. ഇന്ന് ചില പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടാവാം. ഇന്ന് ചില പ്രതികൂലങ്ങൾ കൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിച്ചു എന്ന് വരികയില്ല. പക്ഷേ നാളെയിൽ നമ്മെ നന്മയിലേക്ക് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവമാണ് നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനല്ല, പ്രഭുവോ രാഷ്ട്രീയക്കാരോ സഭാ നേതൃത്വമോ നമ്മൾ വിശ്വസിക്കുന്ന ശക്തനായ ഒരു നേതാവോ ഒന്നുമല്ല നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സകല ചരാചരങ്ങളുടെയും സൃഷ്ടിതാവ്, ഹല്ലേലൂയ! നമ്മെക്കുറിച്ച് സമസ്തവും അറിയാവുന്ന സ്വർഗത്തിലെ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഇതിനപ്പുറത്ത് എന്ത് അഷ്വറൻസ് ആണ് പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടത്? ആ കരത്തിൽ നമുക്ക് മുറുകെ അങ്ങ് പിടിക്കാം. ഹല്ലേലൂയ! ആ കരത്തിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ നാം എത്തേണ്ടിടത്ത് എത്തുവാൻ, എത്തിച്ചേർക്കുവാൻ, നമ്മെ കൊണ്ട് എത്തിക്കുവാൻ ഈ കരം മതിയായ കരമാണ്. ആ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ യാത്രകൾ, നമ്മുടെ എക്സാമിനേഷനുകൾ, നമ്മുടെ ജോലികൾ, നമ്മുടെ ബിസിനസ്സുകൾ, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ, സകലത്തിന്മേലും സ്വർഗത്തിലെ ദൈവം ഇടപെടട്ടെ. നാം ഭയപ്പെട്ട് വേദനയോടെ നിൽക്കുന്ന സ്ഥാനങ്ങളിൽ തമ്പുരാൻ നമ്മുടെ ചെവിയുടെ പിന്നിൽ മന്ത്രിക്കുകയാണ്, മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു, ധൈര്യമായി മുൻപോട്ട് പോകുക. അതെ, ആ വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് മുന്നേറാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യാക്കോബിനോടുള്ള ബന്ധത്തിൽ തന്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും ഞങ്ങളും ഭയപ്പെട്ട് പിന്തിരിയുന്നവരാ, നിരാശയിൽ ആണ്ടുപോകുന്നവരാ, അങ്ങയിൽ സംശയിച്ച് പിന്മാറിപ്പോകുന്നവരുമാ. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും ഒക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട എന്നുള്ള ഇമ്പ ശബ്ദം കേട്ടുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിൽ ഇറങ്ങിത്തിരിക്കുവാൻ കർത്താവ് സഹായിക്കണം. ദൈവവചനം കേട്ട എല്ലാ പ്രായത്തിലുള്ള എല്ലാ നിന്റെ മക്കൾക്കായും സ്തോത്രം. ഓരോരുത്തരും കടന്നു പോകുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ ഈ ദൈവത്തിന്റെ വലിയ ശബ്ദം കേട്ടുകൊണ്ട് ധൈര്യത്തോടെ ദൈവകൃപയോടെ മുന്നേറുവാൻ സഹായിക്കണമേ. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി എല്ലാവിധ നന്മകളാൽ ഞങ്ങളെ നിറച്ച് പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും അരികെ വിളിച്ച് വലം കരം പിടിച്ചു പറയുക, മകനെ, മകളെ, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ആകയാൽ ആ ഒരു വലിയ ഉത്തമ ബോധ്യത്തോടെ, ധൈര്യത്തോടെ, പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം. ഒരുപക്ഷെ വളരെ വേദനയോടെ ആയിരിക്കാം ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റത്. ഇന്നത്തെ കാര്യം എങ്ങനെ നടക്കും, എങ്ങനെ ഞാൻ ഈ വിഷയത്തെ അതിജീവിക്കും എന്നുള്ള വ്യാകുലത ഉണ്ടായേക്കാം. വേണ്ട, കാരണം സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ഈ ഇമ്പശബ്ദം ഇന്ന് നമ്മളെ മുൻപോട്ട് ധൈര്യത്തോടെ നയിക്കട്ടെ, ദൈവകൃപയോടെ മുൻപോട്ട് കൊണ്ടുപോകട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ
കർത്താവിനെ സാക്ഷിക്കുവാൻ, സേവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.